വിലായത് ബുദ്ധ സിനിമ കണ്ടിരിക്കുകയാണ്. കിടിലം പടം. എനിക്ക് പേഴ്സണലി നല്ലപോലെ വർക്കൗട്ടായി. അപ്പം പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പടത്തിലെ ഫസ്റ്റ് ഹാഫ് സിനിമയുടെ റിലീസിന് മുമ്പ് ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞായിരുന്നു പുഷ്പ ഭയങ്കര ഹിറ്റായി, അതിൻ്റെ ഒരു ചെറിയ കണ്ടന്റ് ഇതിലുണ്ടെന്ന്. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പം എനിക്ക് ഒരു പുഷ്പയുടെ ഒരു ഫസ്റ്റ് ഹാഫ് കണ്ട ഫീൽ തന്നെയാണ് ഈ സിനിമ കണ്ടപ്പോഴും എനിക്ക് കിട്ടിയത്. അത് കുറച്ചുകൂടി നാച്ചുറൽ രീതിയിൽ ഇവർ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഫസ്റ്റ് ഹാഫ് നല്ല രസമുണ്ടായിരുന്നു. ഈ ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഒരു ക്യാരക്ടർ ബിൽഡും കാര്യങ്ങളും ചന്ദനം കടത്തണ കുറച്ച് കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ സെറ്റപ്പിലാണ് ഫസ്റ്റ് ഹാഫ് പോയത്. ആ ഫസ്റ്റ് ഹാഫിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു സീനുണ്ട്. നമ്മുടെ ഒരു ചേസിങ് സീനാണ്. 3 ജീപ്പുകൾ വെച്ച് ചേസ് ചെയ്യണ ഒരു സീനുണ്ട്. എൻ്റെ മോനെ അതിലെ ക്യാമറ വർക്ക്, അതുപോലെ തന്നെ ആ ചേസ് സീക്വൻസിൽ എടുത്തേക്കണ ഓരോ ഷോട്ടും ഒരു രക്ഷയിലായിരുന്നു. സാധനമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് ആ ഒരു മാസ് ഹീറോനെ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്ന രീതിയിൽ അങ്ങ് പോയി. അപ്പൊ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴാണ് ഇതിന്റെ ജോണർ ചെറുതായിട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്ത് അയ്യപ്പനും കോശിയും എന്ന ഒരു ആ സിനിമയിലത്തേക്ക് ഒരു ജോണറില്ലേ, ആ ഒരു ജോണറിലേക്ക് പടം അങ്ങോട്ട് മാറി. ഇതിൽ എടുത്തു പറയേണ്ട പെർഫോമൻസ് ആണ് ഷമ്മി തിലകൻ. എൻ്റെ മോനെ, ഇതിൽ പുള്ളി ഭയങ്കര രസമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനവിഭ്രാന്തി ഉള്ള ഒരാളായിട്ട്, അതുപോലെ തന്നെ ഒരു സാറായിട്ട്, അതുപോലെ തന്നെ ഒരു കൈയടിക്കുന്ന രീതിയിലുള്ള ഒരു മാസ് ഹീറോ എന്ന രീതിയിലായിട്ട്, അങ്ങനത്തെ ഒക്കെ 3 തരത്തിലുള്ള പെർഫോമൻസ് ഉണ്ടായിരുന്നു. എല്ലാം പുള്ളി ഒരു രക്ഷയില കിടിലനായിട്ട് ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ക്ലൈമാക്സ് സീക്വൻസിലേക്കൊക്കെ അടുക്കുമ്പോൾ ഷമ്മി തിലകൻ്റെ കുറച്ച് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഭയങ്കര രസമായിരുന്നു. എടുത്തു പറയുമ്പോൾ ഇതിലൊരു ക്ലൈമാക്സ് ഉണ്ട്. അതിൽ നമ്മുടെ ഈ ക്ലൈമാക്സിൽ നമ്മുടെ പൃഥ്വിരാജ് ആ ജീപ്പിൽ വന്ന് അങ്ങോട്ട് ഇറങ്ങണ ഒരു സീനുണ്ട്. അതിൻ്റെ കൂടെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടി ആകുമ്പോണ്ടല്ലോ പെടാന്ന് പറഞ്ഞാൽ സാധനമായിരുന്നു. ആ സാധനം ആ ക്ലൈമാക്സിൽ ആ ഫൈറ്റ് ആണെങ്കിലും നല്ല രസമായിരുന്നു. മെയിനായിട്ട് പൃഥ്വിരാജ് ആ ജീപ്പിൽ ഇറങ്ങണ ഒരു ഷോട്ടുണ്ട്. അത് ക്യൂട്ടിലൻ ഐറ്റം ആയിരുന്നു. ഇത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രിയംവദ കൃഷ്ണ എന്ന് പറഞ്ഞ ഒരു നടിയുണ്ട്, നമ്മുടെ നരിവേട്ടയിലൊക്കെ അഭിനയിച്ച. അവരുടെ രണ്ടുപേരുടെയും കെമിസ്ട്രി നല്ലപോലെ തന്നെ വർക്കൗട്ടായ പോലെ എനിക്ക് ഈ സിനിമയിൽ ഫീൽ ചെയ്തു. പടം മൊത്തത്തിൽ ഒരു ആക്ഷൻ ഇമോഷണൽ ഡ്രാമ എന്ന രീതിയിൽ പോണ ഒരു പടമാണ്. തിയേറ്ററിൽ കുറച്ച് ഫാൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ പാക്ഡ് ആയിട്ടുള്ള തിയേറ്ററിൻ്റെ കൂടെ ഇരുന്ന് കണ്ട് എൻജോയ് ചെയ്ത് കുറേ നല്ല മാസ് സീൻ കൈയടിക്കാനും ഇതിനൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. അങ്ങനെ കാണാൻ പറ്റിയ ഒരു പടമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഇത് ഫീൽ ചെയ്തത്. അപ്പം നിങ്ങളും പടം കണ്ടവരാനുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം.